ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവെ പലരും വാഹനം എടുക്കുന്ന സമയത്ത്, അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തിക്കും. ഞാൻ ഒരു വാഹന കമ്പനീനെ ഇടിച്ചു താക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാനിപ്പോ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നിങ്ങൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് പുതിയത് വരുന്നത്. പ്രത്യേകിച്ച് പുതിയ ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനമായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. കാരണം പഴയ വാഹനങ്ങൾ ആർക്കും വേണ്ട. കാരണം സ്ഥിരം റോഡിൽ കൂടെ നമ്മൾ കാണുന്ന ഒരു വാഹനത്തിനെ കഴിഞ്ഞും പ്രിയപ്പെട്ടത് നമുക്ക് ചിലപ്പോൾ പുതിയ ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനമായിരിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് കാണും. അതിനൊരു കൃത്യം ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ സെഞ്ചുറിയോ എന്ന് പറയുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ആ ഒരു വാഹനം എടുക്കാൻ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ പാഷൻ എക്സ്പ്രോ എടുക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് തൊട്ട് എനിക്കിങ്ങനെ മനസ്സിൽ സെഞ്ചൂറോ എന്ന് പറയുന്ന ഒരു ഒരു ഫിഗർ ഒരു ഒരു ബൈക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഡെയിലി നോക്കുമായിരുന്നു. അതിന്റെ റിവ്യൂസ് ഉദ്ദേശിച്ച് ആ വാഹനം ഇറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവര് ഇട്ടിരിക്കുന്ന എല്ലാം നോക്കുമായിരുന്നു. അതിനുശേഷം ആ വാഹനം ഇറങ്ങി. വാഹനം ഇറങ്ങിയപ്പോഴും എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. കാരണം ഇമ്മൊബിലൈസറും RPM മീറ്ററും ഡിസ്റ്റൻസ് ടു എംടിയും ഒക്കെ ഒരു ബൈക്കേ വരിക എന്ന് പറയുമ്പോഴത്തേക്കും, അത് ഫ്ലിപ്പ് കീ ആണ്, ഇതെല്ലാം ഒരു ബൈക്കിലോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഏകദേശം ഒരു 2013 കാലഘട്ടോ 14 കാലഘട്ടം ആണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ ആ ഒരു റേഞ്ചിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ വാഹനം ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓരോ കംപ്ലൈന്റ്സ് ആയിട്ട് വന്ന് ആ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. പിന്നെ ഇറങ്ങുന്നുണ്ട് ആ വാഹനം, പക്ഷെ ആ സെയിം ടൈപ്പ് അല്ലെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് കൂടി ഇപ്പൊ ആ വാഹനം ഇറങ്ങുന്നില്ല. ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാഹനം മാർക്കറ്റിലോട്ട് ആദ്യം ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന പോലെ കുറെ കംപ്ലൈന്റ്സ് അതിനകത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു വാഹനം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കംപ്ലൈന്റ്സ് തലപൊക്കി വരും. തലപൊക്കി വരുന്ന വേറൊന്നും കൊണ്ടല്ല. അപ്പൊ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇതന്നെ കമ്പനിക്കാർ ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാതെയാണോ ഇറക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ വിടുന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കും. ശരിക്കും ഒരു വാഹനം ഇറങ്ങുന്നതിന്റെ മുമ്പായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം ഇറങ്ങുന്ന സമയത്ത് ആദ്യം അവർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ടേയിരിക്കും. അതായത് ഇത്ര കിലോമീറ്ററിൽ ഇത്ര സർവീസ് ചെയ്യണമെന്നൊക്കെ ഇവര് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, ഒരു വാഹനം പ്ലാന്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയതിനു ശേഷം ഈ വാഹനം ഓൺ റോഡ് ടെസ്റ്റ് നടത്തുകയാണ്. ഓരോ ടെസ്റ്റിലും ഇത്ര ഇത്ര ഫ്യൂവലിന്റെ ഇതും എയർ ഫിൽറ്റർ അടയുന്നതിന്റെ ഇതും ഈ കണക്കുകളെല്ലാം എടുക്കുന്നത് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിലാണ് എടുക്കുന്നത്. അങ്ങനെ ഓരോന്നിന്റെയും കണക്കെടുത്ത് ഇങ്ങനെ ഇന്ന കംപ്ലൈന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഡ്രൈവിൽ അറിയാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ ഓടിക്കുന്ന രീതി, അതായത് സാധാരണ ഒരു വ്യക്തി ഓടിക്കുന്ന രീതിയിലോട്ട് വരുമ്പോഴാണ് ഓരോ കംപ്ലൈന്റ്സും പൊങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം കമ്പനിക്ക് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാറ്റുന്നതിന്റെ പ്രൊസീജിയറിന്റെ പേരാണ് റീകോൾ ക്യാമ്പയിൻ അല്ലെങ്കിൽ റീകോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ വാഹനം ഇറങ്ങി അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സ് ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇതേ സിമിലർ ആയിട്ടുള്ള കംപ്ലൈന്റ്സ് കിട്ടുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് അവര് റീകോൾ നടത്തും. ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റീകോൾ ചെയ്ത്, അതായത് ഫ്രീ ആയിട്ട് അത് മാറി തരുന്നതായിരിക്കും ആ പാർട്സ്. പക്ഷെ അങ്ങനെ മാറുന്ന സമയത്ത് ആ ഒരു കംപ്ലൈന്റ് മാറുന്നതായിരിക്കും. പലതും ഇങ്ങനെ മാറി പോകുന്നതായിരിക്കും. അപ്പം എന്താണ് കുഴപ്പം വരുന്നത് ചോദിച്ചാൽ, വേറൊരാളോട് നമ്മളൊരു റെക്കമെൻഡേഷൻ ചോദിക്കുമ്പോൾ അവർ പറയും വേണ്ട, ഇത് എടുക്കണ്ട, ഇതിന് ഇന്ന സാധനം മാറണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളിക്കുന്നത് ശരിക്കും ആ ഒരു കംപ്ലൈന്റ് വന്നിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പാർട്സിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പല രണ്ടോ മൂന്നോ സ്ഥലത്ത് കാണിച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് അവർ മാറ്റി കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും വരുന്ന ഒരു 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 ഡൗട്ട് ആയിരിക്കും, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റിൽ റൺ ചെയ്യുന്ന ഒരു വാഹനം എടുത്താൽ മതിയോ, അതോ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു വാഹനം എടുക്കണോ എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഒരു സിംഗിൾ വാഹനം മാത്രമേ ഉള്ളൂ, ഈ ഒരു വാഹനത്തിനെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു മോഡൽ എടുക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കുറച്ച് അത് ഇറങ്ങി ഓടിച്ചു നോക്കി കുറച്ച് പോട്ടെ. അതായത് ഇങ്ങനെ സ്ഥിരം പുതിയ എടുക്കുന്ന ആൾക്കാർ കാണുമല്ലോ, അവരെടുത്തതിന് ശേഷം കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതിന് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൺഫേം ആയതിനു ശേഷം പുതിയത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തു. എന്റെ മാത്രം റെക്കമെൻഡേഷൻ ആണ്. ഞാൻ ആരോടും ഇങ്ങനെ ചെയ്യണമെന്ന് പറയത്തില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എടുക്കുന്ന വാഹനമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അല്ലാതെ ഒരു വാഹനവും ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് കംപ്ലൈന്റ് ആയിട്ടല്ല ഇറങ്ങുന്നത്, ഇത് ഓടിക്കഴിഞ്ഞാണ് ഓരോ കംപ്ലൈന്റ്സ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും വാഹനം കുറെ നാളത്തേക്കൊക്കെ ഷോറൂമിലൊക്കെ ഇരിക്കുന്നതിന്റെ ഇഷ്യൂസ് വരുന്നത്. അതായത് പുതിയ ഇറങ്ങുന്ന ഒരുപാട് വാഹനം കമ്പനിക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പുതിയ ഏതെങ്കിലും വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ഇതുപോലെ ഷോറൂമിലൊക്കെ ഇട്ട് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റും കൂടെ രേഖപ്പെടുത്തുക. കാരണം വരത്തില്ലെന്നല്ല. കാരണം ഞാനിപ്പോ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്താലും എനിക്ക് ഓടിച്ചു നോക്കി, അല്ലെങ്കിൽ ഞാനിപ്പോ അതിന്റെ വർക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും അതൊരു ആസ് ഇറ്റ് ഈസ് ഒരു കൺസ്യൂമറിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് കൺസ്യൂമർ യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തരും യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പല കംപ്ലൈന്റ്സ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്താണ് അതിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ഇറക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡിഫൈഡ് പാർട്സ് ഇറക്കുന്നത്. അതൊരു കംപ്ലൈന്റ് അല്ല, നോർമൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഒറ്റ സിംഗിൾ വാഹനം മാത്രമാണെന്നുണ്ടെങ്കിൽ
ഏറ്റവും പുതിയ ഇറങ്ങുന്ന മോഡൽസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എടുക്കണ്ട എന്നല്ല, പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാളൊന്ന് ഓടി ഓക്കെ ആണെന്ന് എല്ലാവരും ഒന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്ന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.